ഹലോ കൂട്ടുകാരെ, PS റൈറ്റ് പാത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. ഖാദി ബോർഡ്, ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പോലുള്ള കോഓപ്പറേറ്റീവ് മേഖലയിൽ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കും LDC, പോലീസ് കോൺസ്റ്റബിൾ, ഫയർമാൻ തുടങ്ങിയ PSC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കും ഒരുപോലെ യൂസ്ഫുള്ളാകുന്ന ഒരു ടോപ്പിക്കാണ് IT ആൻഡ് സൈബർ ലോ. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് പേപ്പറാണ് നമ്മളിവിടെ നടത്തുന്നത്. ആദ്യം ചോദ്യങ്ങൾ പറയാം, അവസാന ഭാഗത്ത് ഉത്തരവും. ചോദ്യങ്ങൾ പറയുന്ന ടൈമിൽ ഉത്തരങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നവ മാർക്ക് ചെയ്തു വെക്കുക. ആൻസർ പറയുമ്പോൾ എത്ര ഉത്തരങ്ങൾ ശരിയായി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദീസ് ഡിവൈസസ് പ്രൊവൈഡ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ കമ്പ്യൂട്ടർ ആൻഡ് ഔട്ടർ ദ വേൾഡ്. താഴെ പറയുന്നതിൽ ഏതാണ് ഒരു കമ്പ്യൂട്ടറും ഔട്ടറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഉള്ളതെന്ന് നോക്കുക. 4 ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. IBAR-O, അതുപോലെ സ്റ്റോറേജ്, കോമ്പാക്റ്റ്, ഡ്രൈവേഴ്സ്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ എങ്കിൽ നിങ്ങളത് ചേർക്കുക. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പോയിൻ്റ് ആൻഡ് ഡ്രോ ഡിവൈസ്. താഴെ പറയുന്നതിൽ പോയിൻ്റ് ആൻഡ് ഡ്രോ ഡിവൈസ് അല്ലാത്തത് ഏത്? കീബോർഡ്, ട്രാക്ക് ബോൾ, ടച്ച് സ്ക്രീൻ, അതുപോലെ മൗസ്. ഇതിലേതാണ് പോയിൻ്റ് ആൻഡ് ഡ്രോ ഡിവൈസ് അല്ലാത്തത്? മൂന്നാമത്തെ ചോദ്യം എനി ഇലക്ട്രോണിക് ഹോൾഡിംഗ് പ്ലേസ് വേർ ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ആൻഡ് റിട്രൈവ്ഡ് ലേറ്റർ വെൻ എവർ റിക്വയർഡ് ഈസ്. ഇതിൻ്റെ അർത്ഥം അറിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. ഏത് ഇലക്ട്രോണിക് ഡിവൈസാണ് നമുക്ക് ഡാറ്റകൾ സംഭരിക്കാനും അത് വീണ്ടെടുക്കാനും ആവശ്യമുള്ളപ്പോൾ അതിന് ഏതാണ് താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ഉപകരണം, ഇലക്ട്രോണിക് ഹോൾഡിംഗ് പ്ലേസ് ഏതാണെന്ന് ചോദിക്കുന്നത്? മെമ്മറി, ഡ്രൈവ്, ഡിസ്ക്, സർക്യൂട്ട്. കറക്റ്റ് ആൻസർ ഏതാണെങ്കിൽ അടയാളപ്പെടുത്തുക. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സൈസ് ഓഫ് ദി ഡാഷ് മെമ്മറി മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദി സൈസ് ഓഫ് ദി അഡ്രസ് ബസ്. താഴെ പറയുന്ന മെയിനോ വിർച്വലോ സെക്കൻഡറിയോ കാഷോ ഇതിലേതൊരു മെമ്മറി അത് അഡ്രസ് ബസ്സിൻ്റെ സൈസിനെ ബേസ് ചെയ്തിരിക്കും എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ എങ്കിൽ ഏതെങ്കിൽ അടയാളപ്പെടുത്തുക കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കാറ്റഗറി ഓഫ് ദി സോഫ്റ്റ്വെയർ ദാറ്റ് കംപ്രൈസസ് വേർഡ് പ്രോസസ്സിംഗ്, ഗ്രാഫിക്സ്, ഡാറ്റാബേസ്, ETC. താഴെ പറയുന്നവയിൽ ഡാറ്റാബേസുകൾ, അതുപോലെ ഗ്രാഫിക്സ്, വേർഡ് പ്രോസസ്സിംഗ് എന്നിവ അടങ്ങിയ ആ ഒരു സോഫ്റ്റ്വെയർ വിഭാഗത്തിൻ്റെ പേരെന്താണെന്നുള്ളതാണ്. സിസ്റ്റം, ആപ്ലിക്കേഷൻ, ജനറൽ പർപ്പസ്, അതുപോലെ OS. ഇതിലേതാണെന്നുള്ളത് നിങ്ങളൊന്ന് അടയാളപ്പെടുത്തുക. ആറാമത്തെ ചോദ്യം ഇൻ എ സ്പ്രെഡ്ഷീറ്റ് ലെറ്റർ ആർ യൂസ് ടു റെപ്രസെൻറ്റ് ഡാഷ്. ഒരു സ്പ്രെഡ്ഷീറ്റിൽ എന്തോ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടി ലെറ്ററുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഏതാണ് നിങ്ങൾ നോക്കുക. സെല്ലാണോ, റോ ആണോ, കോളംസ് ആണോ, ബ്ലോക്സ് ആണോ? ഇതിലേതാണെങ്കിൽ അടയാളപ്പെടുത്തുക. ഏഴാമത്തെ ചോദ്യം വാട്ട് ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് എ പ്രോസസ് ഫ്രം എ പ്രോഗ്രാം. താഴെ പറയുന്നതിൽ ഏതാണ് ഉത്തരവാദി? ഒരു പ്രോഗ്രാമിൽ നിന്നൊരു പ്രോസസ്സ് നിർമ്മിക്കുന്നതിന് ആരാണ്? താഴെ പറയുന്നതിൽ ഏതാണ് ഉത്തരവാദി എന്നാണ് ചോദ്യം. OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ, വെബാണോ, ഇൻ്റർനെറ്റ് ആണോ, അതോ ഫയർവാളാണോ? ഇതിലേതാണ് ഉത്തരവാദി എങ്കിൽ അത് പറയാം. എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എ ടേം ദാറ്റ് റെഫേഴ്സ് ടു ദ വേ ഇൻ വിച്ച് ദ നോഡ്സ് ഓഫ് എ നെറ്റ്വർക്ക് ആർ ലിങ്ക്ഡ് ടുഗദർ. ഒരു നെറ്റ്വർക്കിൻ്റെ നോഡുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതിയെ പറയുന്ന പേര് താഴെ പറയുന്നതിൽ നെറ്റ്വർക്ക് എന്നാണ്. ടോപ്പോളജി, കണക്ഷൻ, ഇൻ്റർ കണക്ടിവിറ്റി. ഇതിലേതാണ് ഒരു നെറ്റ്വർക്കിൻ്റെ നോഡുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനെ പറയുക എങ്കിൽ അതൊന്ന് അടയാളപ്പെടുത്തുക. ഒമ്പതാമത്തെ ചോദ്യം മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ്. താഴെ പറയുന്ന LAN, WAN, MAN, PAN ഇതിൽ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതാണ്? സാധാരണ കാണപ്പെടുന്ന മോസ്റ്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് താഴെ പറയുന്നതിൽ ഏതാണെങ്കിൽ അത് അടയാളപ്പെടുത്തുക. പത്താമത്തെ ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിവൈസസ് ക്യാൻ ബി യൂസ്ഡ് ടു ബ്രേക്കപ്പ് എ ബ്രോഡ്കാസ്റ്റ് ഡൊമൈൻ. താഴെ പറയുന്ന അവയിൽ ഏതാണ് ബ്രോഡ്കാസ്റ്റ് ഡൊമൈന് ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? അൺമാനേജ്ഡ് സ്വിച്ച്, റൂട്ടർ, DHCP, സെർവർ, ബ്രിഡ്ജ്. ഇതിലേതാണ് ബ്രോഡ്കാസ്റ്റ് ഡൊമൈൻ ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ളതാണ് പത്താമത്തെ ചോദ്യം. 11ാമത്തെ ചോദ്യം, അലോ ദി യൂസർ ടു ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ
എ പേഴ്സണൽ ലിസ്റ്റ് ഓഫ് ഫേവറേറ്റ് URL അഡ്രസ്സസ്, അഥവാ ഒരു ഫേവറായിട്ടുള്ള URL അഡ്രസ്സുകളുടെ ഒരു സ്വകാര്യ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു യൂസറെ അനുവദിക്കുന്നത് താഴെ പറയുന്നതിൽ സോഫ്റ്റ്വെയർ ആണോ, വെബ് സെർവറുകളാണോ, വെബ് ബ്രൗസറുകളാണോ, WWW ആണോ, ഇതിലേതാണെങ്കിൽ നിങ്ങളത് മാർക്ക് ചെയ്യുക. 12ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് സെർവർ. താഴെ പറയുന്നവയിൽ ഏതാണ് സെർവർ അല്ലാത്തത് എന്നുള്ളതാണ്. ഫയല്, വെബ്, നെയിം, ബ്രൗസേഴ്സ്, ഇവയിൽ ഏതാണ് സെർവർ അല്ലാത്തതെങ്കിൽ അതൊന്ന് മാർക്ക് ചെയ്യുക. 13ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇൻ HTML ദ ടാഗ് ദാറ്റ് ടെൽ ദ ബ്രൗസർ ഹൗ ടു ഡിസ്പ്ലേ ദ പേജ്. ഒരു HTML ഒരു പേജ് എങ്ങനെ പ്രദർശിപ്പിക്കണമെന്ന് ബ്രൗസറിനോട് പറയുന്ന ടാഗുകളെ നമ്മൾ എന്താണ് പറയുക? മാർക്കപ്പ്, സ്റ്റൈൽ, ബോഡി, ഹെഡ്, ഏതാണെങ്കിൽ നിങ്ങളത് മാർക്ക് ചെയ്യുക. 14ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ലിസ്റ്റ് ഓഫ് സൈബർ ലോസ് ഡസ് ഇറ്റ് ഹാവ്. അതായത് താഴെ പറയുന്നതിൽ ഏത് ലിസ്റ്റിലാണ് സൈബർ ലോസ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, റെസിഡ്വറി ലിസ്റ്റ്, ഇതിലേത് ലിസ്റ്റിലാണ് സൈബർ ലോസ് ഉൾപ്പെടുക? അത് ഏതാണെന്ന് അറിയെങ്കിൽ മാർക്ക് ചെയ്യുക. 15ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, IT ആക്ട് വാസ് അമെൻഡഡ് ഇൻ ദ ഇയർ. IT ആക്ട് അമെൻഡ് ചെയ്ത് ഏത് വർഷമാണെന്നുള്ളതാണ്. 2018, 2000, 2005, 2004, ഇതിലേത് വർഷത്തിലാണ് IT ആക്ട് അമെൻഡ് ചെയ്തെന്നുള്ളതാണ്. ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ച് ഉത്തരം ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഓരോന്നിൻ്റെ ആൻസറുകളൊന്ന് പരിശോധിച്ച് നോക്കാം. എന്തായിരുന്നു ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്? അപ്പോൾ ഇതുവരെ നിങ്ങൾ 1 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളുടെ ആൻസറുകൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇനി ഞാൻ പറയുന്ന സമയത്ത് എത്ര ഉത്തരങ്ങൾ ശരിയായി നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, ദീസ് ഡിവൈസ് പ്രൊവൈഡ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ കമ്പ്യൂട്ടർ ആൻഡ് ഔട്ടർ ദ വേൾഡ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്തും, അതൊരു കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ഒരു ഔട്ടർ ദ വേൾഡും അവ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? ഈ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് IBAR-O, അഥവാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്നുള്ളതാണ്. ഒരു ഇൻപുട്ട് വഴിയാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അതുപോലെ കമ്പ്യൂട്ടറിനകത്തുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നതോ ഔട്ട്പുട്ട് വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് IBAR-O എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, പോയിൻ്റ് ആൻഡ് ഡ്രോ ഡിവൈസിൽ പെട്ടതല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ട്രാക്ക് ബോളും ടച്ച് സ്ക്രീനും മൗസൊക്കെ പോയിൻ്റ് ആൻഡ് ഡ്രോ ഡിവൈസിൽ പെട്ടതാണ്. അപ്പോൾ അതിൽ പെടാത്തത് കീപാഡാണ് കേട്ടോ. ഒരു കീപാഡ് എങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക നിങ്ങൾ. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? താഴെ പറയുന്ന ഏതോ ഒരു ഇലക്ട്രോണിക് വസ്തു അത് ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കുകയും നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് തിരിച്ചു തരികയും ചെയ്യും. അത് ഏതാണെന്ന് ചോദിച്ചാൽ മെമ്മറിയാണ്. മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? മെമ്മറി ഈസ് എ പ്ലേസ്, അതൊരു പ്ലേസാണ് വേർ ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ്. ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ആൻഡ് ലെറ്റർ റിട്രൈവ്ഡ്, പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് ആവശ്യമുണ്ടാകുന്ന സമയത്ത് തിരിച്ചു തരും ചെയ്യും. അങ്ങനത്തതാണ് മെമ്മറി എന്ന് പറയുന്നത്. അടുത്ത നാലാമത്തെ ചോദ്യം, സൈസ് ഓഫ് ദി ഡാഷ് മെമ്മറി മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദി സൈസ് ഓഫ് അഡ്രസ് ബസ്. താഴെ പറയുന്ന മെയിനോ അതോ വിർച്വലോ സെക്കൻഡറിയോ കാഷ്, ഇതിൽ ഏതൊരു മെമ്മറി അത് മെയിൻലി ഡിപ്പെൻഡ്സ് ചെയ്യുന്നത് ദി സൈസ് ഓഫ് അഡ്രസ് ബസ്, അഥവാ അഡ്രസ് ബസ് CPൻ്റെ അകത്തുള്ള അഡ്രസ് ബസ്സിൻ്റെ സൈസിനെ ബേസ് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനത്തെ മെമ്മറി ഏതാണ്? മെയിൻ മെമ്മറിയാണ്. അഥവാ ദി സൈസ് ഓഫ് ദി മെയിൻ മെമ്മറി ഡിപ്പെൻഡ്സ് ഓൺ ദി സൈസ് ഓഫ് അഡ്രസ് ബസ്. അഥവാ മെയിൻ മെമ്മറിൻ്റെ സൈസ് എന്ന് പറയുന്നത് അഡ്രസ് ബസ്സിൻ്റെ സൈസ് ചെയ്തിരിക്കും ഓഫ് ദി CPൻ്റെ അകത്തുള്ള അഡ്രസ് ബസ്സിനെ. ദി മെയിൻ മെമ്മറി മെയിൻലി കൺസിസ്റ്റ് ഓഫ് RAM ആൻഡ് ROM. ഈ മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളുന്നത് റാമും റോമും ആണ്. എന്താണ് റാം? റാം കണ്ടെയ്ൻ ദി കറൻറ്റ് ഡാറ്റ ആൻഡ് പ്രോഗ്രാം. റാം എന്ന് പറയുന്നത് അതിൽ ഉൾക്കൊള്ളുന്നത് കറൻറ്റ് ഡാറ്റകൾ അതുപോലെ പ്രോഗ്രാമുകൾ, നടന്നുകൊണ്ടിരിക്കുന്ന ഡാറ്റകളും പ്രോഗ്രാമുകളാണ്. എന്നാൽ റോമിൽ കണ്ടെയ്ൻ ദി പെർമനൻറ്റ് പ്രോഗ്രാംസ്, അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് പെർമനൻറ്റ് പ്രോഗ്രാംസുകളാണ്. റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് റാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് റീഡ് ഓൺലി മെമ്മറി എന്നുള്ളതാണ് റോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കാറ്റഗറി ഓഫ് ദി സോഫ്റ്റ്വെയർ ദാറ്റ് കംപ്രൈസസ് വേർഡ് പ്രോസസ്സിംഗ്, ഗ്രാഫിക്സ്, ഡാറ്റാബേസ്, ETC. അഥവാ
താഴെ പറയുന്ന ഏതോ ഒരു തരത്തിലുള്ള സോഫ്റ്റ്വെയർ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാഫിക്സുകൾ, ഡാറ്റാബേസുകൾ, വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ എന്നിവയൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനത്തെ സോഫ്റ്റ്വെയർ ഏതാണെന്നാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കംപ്രൈസസ് ആൾ ദീസ് തിങ്സ് ലൈക്ക് ഗ്രാഫിക്സ്, ഡാറ്റാബേസ്, വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർസ്. അഥവാ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ ഗ്രാഫിക്സ്, ഡാറ്റാബേസ്, വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ദർ ആർ മെയിൻലി 2 കാറ്റഗറി ഓഫ് സോഫ്റ്റ്വെയർ. ശരിക്കും സോഫ്റ്റ്വെയറിൽ 2 കാറ്റഗറിയാണ് ഉള്ളത്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇൻ എ സ്പ്രെഡ്ഷീറ്റ് ലെറ്റർ ആർ യൂസ് ടു റെപ്രസെൻറ്റ്. താഴെ സെല്ല്, റോ, കോളംസ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിലേതാണ് ലെറ്ററുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ കോളംസ് ആണ്. എന്നാൽ റോകളായിട്ട് വരുന്നതായിരിക്കും നമ്പറുകളായിരിക്കും. നമ്പർ യൂസ് ചെയ്യുന്നത് അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന റോകളായിട്ടും, എന്നാൽ ലെറ്ററുകളാണെങ്കിൽ കോളംസും ആയിട്ട്. ഇനി അടുത്ത ഏഴാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് എ പ്രോസസ് ഫ്രം എ പ്രോഗ്രാം. താഴെ പറയുന്നതിൽ OS ആണോ, വെബാണോ, ഇൻ്റർനെറ്റ് ആണോ, ഫയർവാളാണോ? ഇതിൽ ഏതാണ് റെസ്പോൺസിബിൾ ആകുന്നത്? എന്തിന്? ഫോർ ക്രിയേറ്റിംഗ് എ പ്രോസസ് ഫ്രം എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ നിന്നൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് താഴെ പറയുന്നതിൽ ഏതാണ് റെസ്പോൺസിബിൾ ആവുക എന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് OS ആണ് കേട്ടോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് എ പ്രോസസ് ഫ്രം എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ നിന്നൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ് ഉത്തരവാദി? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതായത് OS സ്റ്റാൻഡ് ഫോർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. OS കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് OS. എ പ്രോസസ് ഈസ് ക്രിയേറ്റഡ് ഇൻ ഓർഡർ ടു ബി എക്സിക്യൂട്ടഡ് ബൈ യൂസിങ് കമ്പ്യൂട്ടർ ഫെസിലിറ്റീസ്. അതായത് കമ്പ്യൂട്ടറിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നടപ്പിലാക്കുന്നതിനായിട്ടൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഏതായാലും ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഒരു പ്രോഗ്രാമിൽ നിന്നൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ റെസ്പോൺസിബിൾ എന്ന് പറയുന്നത്. എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എ ടേം ദാറ്റ് റെഫേഴ്സ് ടു ദ വേ ഇൻ വിച്ച് ദ നോഡ്സ് ഓഫ് എ നെറ്റ്വർക്ക് ആർ ലിങ്ക്ഡ് ടുഗദർ. താഴെ പറയുന്ന വേർഡ്സുകളിൽ നോഡുകൾ ബന്ധിപ്പിക്കുന്ന രീതിയെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? ടോപ്പോളജി എന്നുള്ളതാണ് കേട്ടോ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ടോപ്പോളജിയാണ്. ഇനി പ്രധാനപ്പെട്ട ടോപ്പോളജികളാണ് പറയുന്നത്. ഒന്ന് ബസ്, ബന്ധിപ്പിക്കുന്ന രീതികൾ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. മറ്റൊന്ന് സ്റ്റാർ, മറ്റൊന്ന് റിങ്, മറ്റൊന്ന് മെഷ്, മറ്റൊന്ന് ട്രീ, മറ്റൊന്ന് പോയിൻ്റ് ടു പോയിൻ്റ്. ഇതാണ് പ്രധാനപ്പെട്ട ചില ടോപ്പോളജികൾ എന്ന് പറയുന്നത്. ഒമ്പതാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. താഴെ പറയുന്നതിൽ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് LAN ആണ്. LAN എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. LAN ഈസ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. LAN എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് ദാറ്റ് ഇൻ്റർകണക്റ്റ് കമ്പ്യൂട്ടർ വിത്തിൻ ലിമിറ്റഡ് ഏരിയ. അതെന്ത് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്നു ലിമിറ്റഡ് ഏരിയയിൽ. സച്ച് ആസ് റെസിഡൻസ്, ഒരു റെസിഡൻഷ്യൽ ഏരിയ, അല്ലെങ്കിൽ സ്കൂൾ ഏരിയ, ലബോറട്ടറി, യൂണിവേഴ്സിറ്റി, ക്യാമ്പസ്, ഓഫീസ് ബിൽഡിംഗ് തുടങ്ങിയ ലിമിറ്റഡ് ഏരിയയിലെ കമ്പ്യൂട്ടറുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന ആ ഒരു നെറ്റ്വർക്കിനെ പറയുന്ന പേരാണ് LAN എന്ന് പറയുന്നത്. പത്താമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിവൈസസ് ക്യാൻ ബി യൂസ്ഡ് ടു ബ്രേക്കപ്പ് എ ബ്രോഡ്കാസ്റ്റ് ഡൊമൈൻ. താഴെ പറയുന്നവയിൽ ബ്രോഡ്കാസ്റ്റ് ഡൊമൈൻ ബ്രേക്കപ്പ് ചെയ്യാൻ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏതാണ് എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റൂട്ടറാണ് കേട്ടോ. റൂട്ടറിനെ കുറിച്ച് 2 വാക്ക് പറയാം. എ റൂട്ടർ ഈസ് എ നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ദാറ്റ് ഫോർവേഡ് ഡാറ്റ പാക്കറ്റ്സ് ബിറ്റ്വീൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. എ പാക്കറ്റ് ഈസ് ടിപ്പിക്കലി ഫോർവേഡ് ഫ്രം വൺ റൂട്ടർ ടു അനദർ റൂട്ടർ ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇന്റർനെറ്റ്വർക്ക്. ഫോർ എക്സാമ്പിൾ internet until it reaches its destination nodes. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾക്കിടയിൽ ഡാറ്റ പാക്കറ്റുകൾ കൈമാറുന്ന ഒരു നെറ്റ്വർക്കിംഗ് ഉപകരണമാണ് റൂട്ടർ എന്ന് പറയുന്നത്. ഒരു പാക്കറ്റ് എന്ന് പറയുമ്പോൾ സാധാരണയായി ഒരു റൂട്ടറിൽ നിന്ന് മറ്റൊരു റൂട്ടറിലേക്ക് ഇൻ്റർനെറ്റ് പോലുള്ളവ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ നെറ്റ്വർക്കിംഗ് വഴി ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ കൈമാറ്റം ചെയ്യുന്ന ഒന്നാണ്. 11ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അലോ ദി യൂസർ ടു ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ എ പേഴ്സണൽ ലിസ്റ്റ് ഓഫ് ഫേവറേറ്റ് URL അഡ്രസ്സസ്. ഫേവറേറ്റ് URL അഡ്രസ്സുകളുടെ ഒരു
പേഴ്സണൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു യൂസറെ അലോ ചെയ്യുന്നത് എന്താണ്, അനുവദിക്കുന്നത് എന്താണ്? സോഫ്റ്റ്വെയർ, വെബ് സെർവേഴ്സ്, വെബ് ബ്രൗസർ, WW. വെബ് ബ്രൗസറാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽപ്പ് ദി യൂസർ ടു മെയിൻറ്റെയിൻ എ പേഴ്സണൽ ലിസ്റ്റ് ഓഫ് URL, അഥവാ URL അഡ്രസ്സുകളുടെ ഒരു പേഴ്സണൽ ലിസ്റ്റ്, സ്വകാര്യ ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഒരു യൂസർ അനുവദിക്കുന്നതാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അലോ ദി യൂസർ ടു ഡൗൺലോഡ് ഇൻഫോർമേഷൻസ് ഓൺ വേരിയസ് ഫോർമാറ്റിലേക്ക് ഇൻഫോർമേഷനുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാനും യൂസർ അനുവദിക്കുന്നുണ്ട് ഒരു വെബ് ബ്രൗസർ എന്ന് പറയുമ്പോൾ. 12ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് സെർവർ. താഴെ പറയുന്നതിൽ ഏതാണ് ഒരു സെർവറിൻ്റെ ഇതിൽ പെടാത്തത് ഏതാണെന്ന് ചോദിക്കുന്നത്. ഫയൽ, വെബ്, നെയിം, ബ്രൗസർ, ഇതിലേതാണ്? ബ്രൗസറാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ബ്രൗസർ ഈസ് എ ടൈപ്പ് ഓഫ് ക്ലയൻറ്റ്. ബ്രൗസർ എന്ന് പറയുമ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ ടൈപ്പാണ്, നോട്ട് എ സെർവർ. അത് സെർവറൊന്നുമല്ല. എന്നാൽ ഫയൽ, വെബ്, നെയിം തുടങ്ങിയവയൊക്കെ ടൈപ്പ് ഓഫ് സെർവറുകളിൽ പെട്ടതാണ്. 13ാമത്തെ ചോദ്യം എന്താ നോക്കാം. ഇൻ HTML ദ ടാഗ് ദാറ്റ് ടെൽ ദി ബ്രൗസർ ഹൗ ടു ഡിസ്പ്ലേ ദി പേജ്. HTML ടാഗുകൾ എങ്ങനെ പ്രദർശിപ്പിക്കണമെന്ന് ബ്രൗസറിനോട് പറയുന്ന ടാഗുകൾ ഏതാണെന്ന് ചോദിക്കുന്നത്. താഴെ മാർക്കപ്പ് ഉണ്ട്, സ്റ്റൈൽ, ബോഡി, ഹെഡ്. ഇതിലേത് ടാഗാണെന്ന് ചോദിക്കുന്നത്. ബ്രൗസറിനോട് എങ്ങനെ പേജ് ഡിസ്പ്ലേ ചെയ്യണമെന്ന്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മാർക്കപ്പാണ് കേട്ടോ. മാർക്കപ്പ് ഈസ് എ ജനറൽ ടേം യൂസ്ഡ് ടു റെഫർ ദി ടൈപ്പ് ഓഫ് ടാഗ് ഇൻ HTML. ദി മാർക്കപ്പ് ടാഗ് ടെൽ ദി ബ്രൗസർ ഹൗ ടു ഡിസ്പ്ലേ ദി പേജ്. HTML പേജ് എങ്ങനെ പ്രദർശിപ്പിക്കണമെന്ന് ബ്രൗസറിനോട് പറയുന്ന ടാഗാണ് മാർക്കപ്പ് ടാഗ് എന്ന് പറയുന്നത്. ഈ മാർക്കപ്പ് എന്ന പദം HTML ടാഗുകളുടെ തരം പരാമർശിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു പൊതുപദമാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മാർക്കപ്പാണ് കേട്ടോ. 14ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. 14ാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ലിസ്റ്റ് ഓഫ് സൈബർ ലോസ് ഡസ് ഇറ്റ് ഹാവ്? അഥവാ യൂണിയൻ ലിസ്റ്റ്. താഴെയുള്ള ലിസ്റ്റുകൾ നോക്കുക. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, റെസിജ്വറി ലിസ്റ്റ്. ഇതിലേത് ലിസ്റ്റിലാണ് സൈബർ ലോസ് വരുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റെസിജ്വറി ലിസ്റ്റിലാണ് സൈബർ ലോസ് വരുന്നത്. മുമ്പ് PSCക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഇതിൽ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് പവർ ഉള്ളത്. അതുപോലെ CERT ആണ് അവിടുത്തെ ഒരു നോഡൽ ഏജൻസി. ഈ സൈബർ ലോസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ നോഡൽ ഏജൻസി എന്ന് പറയുന്നത് CERT ആണ്. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതൊന്നും അറിഞ്ഞിരിക്കുക കേട്ടോ. 15ാമത്തെ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളെ പെട്ടെന്ന് തെറ്റിപ്പിക്കാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയുന്നതായിരിക്കും, പക്ഷേ അബദ്ധവശാൽ പെട്ടെന്ന് തെറ്റിപ്പോകുന്നൊരു ചോദ്യം കൂടിയാണ്. എന്താണ്? IT ആക്ട് വാസ് അമെൻഡഡ് ഇൻ ദ ഇയർ. IT ആക്ട് അമെൻഡ് ചെയ്ത ഏത് വർഷമാണ്? പക്ഷെ നമ്മൾ അധികം IT ആക്ട് എന്ന് കാണുമ്പോഴത്തേക്ക് 2000 കൊണ്ടേക്ക് അർപ്പിക്കും അല്ലേ? അത് നമുക്ക് ഒരുപാട് അബദ്ധം ചെയ്യാം. നിങ്ങൾ ചോദ്യങ്ങൾ പൂർണ്ണമായിട്ടും വായിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പറ്റിയിട്ടുണ്ട് ഒരുപാട് പേർക്ക്, അതുകൊണ്ടാണ് പറയുന്നത്. IT ആക്ട് വാസ് അമെൻഡഡ് ഇൻ ദ ഇയർ എന്ന് ചോദിച്ചാൽ 2008 കാരണം IT ആക്ട് അമെൻഡ് ചെയ്തത് 2008 IT ആക്ട് വരുന്നത് 2000 ജൂൺ 9 കേട്ടോ. ഈ 2009 ഒക്ടോബർ 27 ഈ അമെൻഡ് ചെയ്തത് നിലവിൽ വരുന്നത്. ഈ അമെൻഡ് ചെയ്തിട്ടില്ലേ 2008, അത് നിലവിൽ വരുന്നത് 2009 ഒക്ടോബർ 27 ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നിങ്ങൾക്കുള്ളൊരു ചോദ്യം, നിങ്ങളിതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യണം. ലോകത്ത് ആദ്യമായിക്കൊണ്ട് സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്തത് ആരുടെ പേരിലാണ്? ലോകത്ത് ആദ്യമായിക്കൊണ്ട് സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്തത് ആരുടെ പേരിലാണ്? എന്നാൽ സൈബർ ക്രൈമുകളുടെ ഒരു നീണ്ട നിരയാണെന്ന് നിൽക്കുന്നത്. അപ്പോൾ ലോകത്ത് ആദ്യമായിക്കൊണ്ട് ഒരു സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്തത് ആരുടെ പേരിലാണെന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ചോദ്യം. ആൻസർ കമൻറ്റ് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ടെസ്റ്റ് പേപ്പർ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. 15 ചോദ്യങ്ങൾ, 15 ഉത്തരങ്ങൾ. ഇതിനപ്പുറം ഇതിനോടനുബന്ധിച്ച് പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു പോയി. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ അഭിപ്രായവും അതുപോലെ നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.